ഇപ്പൊ 2 കൊല്ലം കൊണ്ട് നിങ്ങളറിഞ്ഞ നിങ്ങളാണ് ഇപ്പൊ ഞങ്ങളെ കസ്റ്റമർ. അങ്ങനെയല്ല ഇന്റെ ഉമ്മിന്റെ ഏട്ടത്തി ഇന്നെ ചയച്ചൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഓള് അങ്ങനത്തെ വെച്ചാല് ഓള് സ്വഭാവം എന്താ വെച്ചാല് നോണേ പറയുള്ളൂ. ഇന്നത്തെ പരിപാടി നമുക്ക് എന്ന് പറയുന്നത് നമ്മള് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ചെറിയ ലൈസൻസ് എടുക്കാൻ വന്നപ്പോ ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചത് നമ്മള് അറിയാൻ വന്നതാണ് എന്തൊക്കെയാണ് എടുക്കലോ അവിടെ കേട്ടോ. അതുപോലെ ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നു. കണ്ണന്റെ മൂക്കിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇന്നെ ശരിയായിട്ട് നാളെ പഠിച്ചാൽ വരാം. അപ്പൊ കഴിഞ്ഞ് ഫോട്ടോ തന്നെ കൊടുത്തിട്ടില്ല. ഓടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. മഞ്ഞളില് മുങ്ങിയാതിരി മഞ്ഞ അന്തരീക്ഷം കാലാവസ്ഥ ആ ആ ഇച്ചുമാണ് എണ്ണ കഴിഞ്ഞാനയിക്കണ് ചെണ്ണ കഴിഞ്ഞിക്കണ്. ഞങ്ങളിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ അപ്പൊ വേഗവും തറക്കുന്ന ആരും വരൂല എടുക്കുക. ആയപ്പണിക്ക് എടുത്തിരിക്കുകയാണ് എന്റെ തള്ളിയും മകനും കൂത്തുഞ്ഞ സിപ്ന തള്ള വൈബ് സിപ്ന എന്നും ചോദിക്കാൻ പോവുകയാണ്. അതാ അപ്പൊ നമ്മളിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനെ നമ്മളിപ്പോ ഓഡിറ്റോറിയത്ത് എത്തി. ഓഡിറ്റോറിയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മള് കട എടുത്തിക്കുന്നത് ഏകദേശം റോഡിന്റെ വക്ക്. അപ്പൊ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയണെങ്കിൽ ഇതാണ്. ഓളിട്ടത് എക്സലും ഞാൻ ഇട്ട സൈസ് എന്ന് പറയുന്നത് ലാർജാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ലാർജാണ്. ആദ്യം ചുരിദാറിന്റെ അളവൊന്നും കാര്യം അറിയില്ല. ഇനി ഇത് ഇറങ്ങിയോട് കൂടി ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് തടില്ല ആളാണോ എത്രത്തോളം തടിയാണ് ഫോട്ടോ ഒക്കെ ഇട്ട് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഐഡിയ ഇട്ടിരുന്നു നമുക്ക്. അപ്പൊ ഇതാണ് ഇതിന്റെ കൈസും കാര്യമൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും കാര്യമൊക്കെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ മോഡല്. അപ്പൊ നമുക്കിപ്പോ കൊറേ ഓർഡറും കാര്യമൊക്കെ കിട്ടിയിരിക്കണത് എന്താ വെച്ചാല് 10-20-25ഓളം ഓർഡറും കാര്യമൊക്കെ മാഷാള്ള എത്രയും ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പൊ 90 ഡിഗ്രി കറക്റ്റുകളാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാരായാലൊക്കെക്കാരെ നമ്മൾ അറിയുന്നല്ലോ ആരും വാങ്ങിയിട്ടില്ല. സംഭവം അതാണ്, ആരും വാങ്ങിയിട്ടില്ല. പക്ഷെ വാങ്ങിയ ആൾക്കാരെ ആരാന്ന് വിചാരിച്ചാല് നമ്മളിപ്പോ ഇത്രയും കാലല്ലോല് ഇത്രയും കാലം നമ്മളിപ്പോ ലോല് 1-2 കൂട്ടത്തിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കണം. പിന്നെ വാങ്ങണം നല്ലത് പറയണത് നമ്മള് പറയണ നിങ്ങൾക്ക് അറിയാക്കാരം നമ്മളോട് എന്താ പറയാ നമ്മള് ഇപ്പൊ 2 കൊല്ലം കൊണ്ട് നിങ്ങളറിഞ്ഞ നിങ്ങളാണ് ഇപ്പൊ ഞങ്ങളെ കസ്റ്റമർ. കാക്കാരായാലും കാക്കാര് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളൊക്കെ ഞങ്ങൾക്ക് വെച്ചേക്കുന്നു. പെണ്ണുങ്ങൾക്കാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് തരും. ഇതിൽ ഏതാ രസം ഉണ്ടാവും വെച്ചിട്ട് സന്തോഷം ഉണ്ട്. നമുക്ക് അതിൽ സന്തോഷം ഉണ്ട്. ആൾക്കാരെന്താ പറയുന്നത് വിചാരിച്ചാലേ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങളല്ലാതെ പിന്നെ ആരെ നിങ്ങളേറ്റൊന്ന് വാങ്ങുക. നിങ്ങളൊരു പരിപാടി തുടങ്ങുമ്പോ ഞങ്ങള് വാങ്ങണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെയൊക്കെ പറ്റിയ പൈസ അല്ല എന്നാലും വാങ്ങണം. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോ വീഡിയോ കാണുന്ന വാങ്ങി ഞങ്ങളെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അത് നമ്മക്കൊരു ഊറ്റാണ്. ഇങ്ങനത്തെ മെസ്സേജും കാര്യമൊക്കെ കേൾക്കും. തുടങ്ങി കഴിഞ്ഞാല് ഒപ്പം നിൽക്കാൻ കുറെ വാങ്ങൊന്നും വേണ്ട, ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് പോവല്ലേ. നമ്മള് ഇത് തുടങ്ങിയപ്പോ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ നിങ്ങൾ ഇത്ര കസ്റ്റമർ ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. സത്യം പറയാലോ. അപ്പൊ ഇനി ഞങ്ങൾക്ക് തുടങ്ങാനിത് ഇനിയും ഡ്രസ് ഓർഡർ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ക്യൂരിയോസിറ്റി. അതേപോലെ കൊറേ ആൾക്കാര് കമന്റ് ഇടുന്നുണ്ട് നമ്മള് സ്വപ്നത്ത് കണ്ടീനി ഞങ്ങളെ സ്വപ്നത്ത് കണ്ടീനി മാഷാഅല്ലാഹ് നമുക്ക് കാണാം അല്ലേ. വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാരും കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് നിലക്കായിട്ട് കാണാം. ഇപ്പൊ ഈ ഇതിന്റെ പരിപാടിപാടെ തുടങ്ങിയപ്പോഴേ ആദ്യം നിലത്തേക്കാൻ നേരല്ല. അപ്പൊ അത് എയർകൂടിയാണ് അറിയില്ലേ. എയർകൂടെ തന്നെയാണ് ഇപ്പൊ കേട്ടിട്ടുള്ളൂ. ഓളെ എയർലായി മറ്റോളെ എയർലായി ഇപ്പൊ എയർലാണ്. എന്നാലും വേണ്ടില്ല നമ്മളെ കുടുംബത്തിനും വേണ്ടി നമ്മളെല്ലാരും കഴിച്ചിലാവുകയാണെങ്കിൽ ഉറപ്പ് വെച്ചാലോ എന്താ പറയാ റിസ്ക് എടുക്കാൻ റെഡിയാണ്. കഴിച്ചിലായാത്. അപ്പൊ നമുക്ക് നമ്മളെ ഷെഫീഖ് വായിനോട് ചോദിച്ചോ എന്താ ഓന്റെ അഭിപ്രായം. ഞങ്ങൾക്ക് കാവലൊക്കെയാണ് ക്യാമറമാനും ഓനെ ഇനി. അപ്പൊ ഞങ്ങള് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിനക്കറിയാല്ലേ നിങ്ങള് ഇജാളിയാക്കി ഒരേ ടൈപ്പാവില്ലല്ലോ. കച്ചവടം പോണുണ്ട്. അത്യാവശ്യം പീസാള് പോയിക്കണ്. അപ്പൊ ഇന്നെ സപ്പോർട്ട് ചെയ്യാ. അറിയില്ല എനിക്ക് എല്ലാരും വായി കൂട്ടുക. അപ്പൊ നമ്മള് ഇനി പറഞ്ഞ് നമ്മളെ പെരിക്ക് പോകാൻ നിക്കാണ്. നമ്മൾ ഇറക്കണത് 1500 ചോട്ടിലുള്ള 1500 ആ ലെവൽക്കുള്ളതാവും. 2000-ന്റെ അടുത്ത് എല്ലാവർക്കും വാങ്ങാൻ ചിലപ്പോ കയ്യിൽ വരിക. അപ്പൊ നമ്മൾ കുറഞ്ഞ റേറ്റിന്റെ നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. നമ്മൾ അങ്ങോട്ടും ഉണ്ടാവും. എന്നാ കേറ് വണ്ടി ആട്ടത്. ഓള് മഴയൊക്കെ ആയോണ്ടേ കീറത്തുണിയൊക്കെ എടുത്തത്.
അപ്പൊ ഗേസ് ഞങ്ങള് പോവാണ്, ഗേസ് പോവാണ്. എന്തേലും വേണോ? പാല് കിട്ടും. അപ്പൊ ഞങ്ങൾ അവിടെ പോയൊക്കെ വന്നു. അപ്പൊ നമ്മളെ പെരയിലെത്തി, സ്വന്തം പെരയിലെത്തി. അപ്പൊ അവിടെ കടക്കില്ല കേട്ടോ. പിന്നെ എന്നത്തെ പോലെ നമ്മളെ പെരയ്ക്ക് ഇടക്കിടക്ക് ഒരു ആള് വരും. ആളൊന്നും ഇവിടെ എത്തിക്കണ്, നിങ്ങൾ കണ്ട പേടിയാണ്. കുറങ്ങെത്തി എല്ലാ വേഗം ഒന്ന് തന്നൊന്ന് തരില്ല. ഇതൊന്നും മോചനല്ല അറിയേ. മറ്റേ കാണില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫോണ് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ഇത് കാട്ടി കൊടുത്താൽ മതി. ആരാണ് ഫോണില് കാണുന്നത് അവർക്കൊക്കെ എന്നെ കണ്ട് ചേരിക്കണം. ഇപ്പൊ ഞാൻ ശരിക്കില്ലാറെ ഇവിടെ വരും. ഓൻ പേടിച്ചിക്കണ്, മോത്ത് കൊപ്പില്ല, വരൂല. ഓളിത്ത് കൊണ്ട അല്ലത്ത് കിട്ടും. അന്നെ കണ്ടിടാൻ മേടിച്ചത് ഞാൻ മേക്കപ്പ് കുട്ടി മേടിച്ചില്ലേ. അന്നെ മോത്ത് കോക്കൂല, മോത്ത് കോക്കൂല. ഇന്നാളും അങ്ങനെ തന്നെ ഇനി നടാട്ടത്ത് നോക്കണേ. മോത്ത് കോക്കൂല കുട്ടി കണ്ടോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊറേ ആയി നിക്കാൻ വന്നത്. എന്ന് വന്നതേ വെച്ചാല് പറഞ്ഞിടത്താലുമ്പോ ഞങ്ങൾ എന്നാ വന്നത് 2 മാസം 2 ദിവസല്ലേ കേസ് 2 മാസം. അപ്പോഴും ഞാൻ ഒന്നാമതിന്റെ മാപ്പിളക്ക് നാട്ടിലില്ലോണ്ട് നിക്കണം. അല്ലെങ്കിൽ 1 മാസം 28 ദിവസം ആകുമ്പോ മിന്നും ഞാൻ അവിടുന്ന് ഒന്നും നോക്കൂല. സഞ്ചി എടുത്ത് വരും. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് വരുന്നോണ്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ വരണമെന്നില്ല. സീനു അങ്ങനെ പറയുന്നുണ്ട് ബാലടാ ഞങ്ങൾ വരുമല്ലോ. അപ്പൊ ഞങ്ങളിനി എന്നാ വരുന്ന ഓണക്കൂട്ടിന് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വെക്കേഷന്റെ ടൈമില് ഡ്രസ് മാറിയിട്ട് വരാൻ. നിങ്ങൾക്ക് ഓണം ഇങ്ങനെ കാണാനാ താല്പര്യം കമന്റ് ചെയ്യാ. ഞാൻ കണ്ണാടി നോക്കിയപ്പോ നേരെ നോക്കിയപ്പോലെ. അപ്പൊ 2 മാസത്തിൽ ഒപ്പം കണ്ണട്ടുണ്ടാ ഒപ്പം 2 മാസമായി സത്യം പറഞ്ഞ ഞങ്ങള് വന്നിട്ട് വന്നാല് വന്നാണ്. അപ്പൊ ഒന്നാമത് എന്താ വെച്ചാല് ഡ്രസ്സിന്റെ ഇതില്ലത് ഇവിടെ വന്നാൽ മടിയക്കാരെ എഡിറ്റ് ചെയ്യുക. അവിടെ ആകുമ്പോ പിന്നെ പക്ക ചെറിയപ്പം പോയി കഴിഞ്ഞാൽ ആദ്യം പോയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. 10-11 മണിയായ പണി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പിന്നാലെക്കാര് ഡ്രസ് എഡിറ്റിങ് പേക്കിങ് അത് ഇത് പറഞ്ഞിട്ട് ഓളാണ് പിന്നെ ലോമ നോക്കല്. ഓൾക്ക് ഞാൻ ആ മണി ഇച്ചണ് കൊടുത്ത് ഓളേക്ക് കയറ്റി വിടലാണ്. അപ്പൊ ഓളാ നോക്കും. പിന്നെ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ കുട്ടിയില്ലോണ്ട് അടങ്ങാറാണ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മള് ഡ്രസ്സിന്റെ ഷൂട്ട് എഡിറ്റിങ് ഇപ്പൊ ഉറക്കമില്ല രാത്രികൾ പലതും ഉണ്ട്. നാലും കഴിച്ചില്ലാവട്ടെ നന്നാവട്ടെ. ഇന്നലെ ഞാനേ അനക്കല്ലാതെ കടക്കീനി ചെറിയില്ല കൊയങ്ങി മറന്നിട്ട്. ഇന്നലെ നമ്മൾ അങ്ങോട്ട് വന്നിട്ടില്ല ഭയങ്കര ക്ഷീണം. എന്നിട്ട് ഉമ്മയൊക്കെ പുറത്ത് വെച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കടന്നുറങ്ങി. കുട്ടീനെ നോക്കാൻ വെച്ചാൽ ഇതൊക്കെ അങ്ങനെ എടുത്ത് എന്തൊക്കെയോ കാട്ടുണ്ട്. ചില ദിവസം അങ്ങനെയല്ലേ നമുക്ക് ഇല്ല ജയിക്കാരം ഓള് പറക്കണോ ഒരു പണി നോക്കില്ല. ഞാൻ ഒന്നാള് വിളിച്ചേ എങ്ങോട്ട് പോകാനേടി ഞാൻ പറയോളെ അവിടെ ഒന്ന് പറയണ്ടാന്ന് ഓഫാക്കി വിട്ടുണ്ടത് എന്നോട് പോകാൻ വിളിച്ചേ. അതിൽ എന്നോട് പറഞ്ഞ അന്നെന്റെ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ പുള്ളിയോ പണിയോ അടുക്കള തോത്തലൊന്നും കഴിഞ്ഞിട്ടില്ല. അതിലോട് എന്നോട് പറഞ്ഞേ ഇന്റെതൊക്കെ കഴിഞ്ഞിക്കണം. എന്റെ മാതിരിയല്ല പണ്ടത്തെ സിഫ്നിയല്ല ഇപ്പൊ എന്റെ ഒക്കെ കഴിഞ്ഞിക്കണം. അതിൽ ഞാൻ അറിയാതെ പറഞ്ഞു ഇന്നാലില്ലായി മാത്രമല്ല കഴിഞ്ഞിട്ട് ആണോ അല്ല പറയട്ടെ. അതിലോട് എന്താ അപകടം കേൾക്കുമ്പോഴേ അറിയത് മാത്രം അറിയില്ല. ചൊല്ലിയത് അതാണ് മാറിപ്പോയതാട്ടോ. അതാണ് പറഞ്ഞത് ഇത് മാറിപ്പോയതാണ്. അത് ചൊല്ലി നിർത്തവാ ചൊല്ലിയത് പേര് ഞാൻ അതതിന് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്തോ ആല് വന്നാട്ടോ സോറി കളിയാക്കിയ കാര്യമൊന്നല്ലേ. അങ്ങനെ ഓളെ പണി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓളെ വണ്ടിമ കയറ്റിപ്പോ എന്താ സിഫ്ന പണി പൊറാട്ട പീടിന്ന് വാങ്ങി. നെയ്ച്ചോറ് രാവിലെ ഉണ്ടാക്കി കോഴി പൊരിച്ചിട്ടില്ല, അടിച്ചൊരിയിട്ടില്ല, ഒന്നുമില്ല അടിച്ചൊരാനാകുന്ന തൊടിച്ചിട്ടില്ല, തിരുമ്മിയിട്ടില്ല. ഓളെ പണി പിന്നെ കയ്യാക്കൂ വീറും കൊടുത്തില്ലോ പണിയൊന്നും അത്ര പെട്ടെന്ന് കജൂല. അല്ലാത്ത പണിയൊക്കെ ഞാൻ ഓർത്തു. പിന്നെ അമ്മ അടിച്ചൊരു തോത്ത അമ്മ പറഞ്ഞു അത് ചെയ്തിട്ട് തന്നെയല്ല.
അത് ഉമ്മ എടുക്കുന്നേ. അന്ന് രാവിലെ 11 മണിക്ക് പോണ്ടത് ഞാൻ അവിടെ നിന്ന് അടിച്ചൊരു തോത്തിരിക്ക. ഈ ചട്ടിക്ക് പോയെടുത്തോ. അന്ന് ഇന്റർവ്യൂവിനല്ല മാറ്റി ഉറങ്ങിക്കണോള്. ഇപ്പൊ പണ്ടത്തെ സിഫ്നിയല്ല. ഇപ്പൊ കുഴിച്ചിട്ടില്ല വരുന്നില്ല. ഇന്ന തിന്നടി ഇന്ന തിന്ന ഞാനത് സത്യം പറഞ്ഞാലില്ല കേട്ടോ. കേട്ടോ അത് മാറിപ്പോയതായി മാറിപ്പോയതാണ്. അപകടം കേൾക്കുമ്പോ കാരണം ഓള് അങ്ങനെ എന്താ വെച്ചാല് ഓള് സ്വഭാവം എന്താ വെച്ചാല് നോണേ പറയുള്ളൂ. ഞാനാ സത്യസന്ധോള സത്യസന്ധ പൊട്ടിച്ചുകൊണ്ട് ആരാണ് ഉണ്ടാ നിക്കല്. തറവാട്ടിലായ ടൈമില് എന്റെ അപ്പുറത്തെ പെന്റെ വാർപ്പുമ്മക്ക് എറിഞ്ഞ ഷീറ്റാണ്. എന്നിട്ട് അതുമ്മക്ക് എറിയണ ഒച്ചയാണ് ഞങ്ങള് കേക്കണതേ. സന്നാരെറിയണേ ആരാ ഞാനും കെട്ടിച്ചറിയില്ല എന്നോണ്ട പറയണേ. അന്ന് ചെന്തിനറിഞ്ഞേ വെറുതെ ഇവരെല്ലാരും കളിച്ചല്ലേ. അതിന് ഓരോ സാറ്റുണ്ട് ഒളിച്ചിരുന്നിട്ട് ഓളെ എറിഞ്ഞതാണ്. അങ്ങനെ എറിഞ്ഞല്ലേ ഓളെ അറിഞ്ഞിക്കണേ. പക്ഷെ ഒച്ച കെട്ടിയോള് പേടിച്ചിക്കണേ. പിന്നെ പിന്നെ ഒച്ചട അമ്മ ചോദിച്ചു വന്നു ഓളെങ്ങനെ സമ്മതിച്ചു. ഒറ്റ ഒരാളോട് എന്ത് വട്ടമാറ്റി വാച്ചുണ്ടായി. ഉമ്മക്ക് എന്തിനാ വട്ടമാറ്റി ആൻസത്തിന് മുതലെടുക്കും. എന്നിട്ട് ഓരോ സാധനം ഒന്നിച്ച് തരൂല. ജംഷാടിയാക്കെ പുറത്തിടക്ക് തീരും തരൂല. തന്നെയമ്മ മുത്തുമാലേ അതാ 10ാം ക്ലാസ്സിലെ വാർപ്പിന്റെ മേലെ ഓടിന്റെ മേലെ കുടുങ്ങിപ്പോണ്ട്. അങ്ങനെ എനിക്ക് കാടി തരാൻ പറ്റുന്നുള്ള തരിക. അനക്ക് എന്നെ കാടി തന്നാലല്ലേ തരും. ഒളിപ്പിച്ചേക്കല്ലേ പിന്നെ ഉള്ളത്തെ കുയിന്തൊക്കെ അത് തന്നിട്ടില്ല. ഞാൻ മറക്കൂല. ഞാൻ ഇട്ടിട്ടില്ല അത്. എന്നിട്ട് ഞാൻ കേസ് അന്വേഷിച്ച് കൊറേ പോയിച്ചറിയാം ഓലാണെന്ന്. പക്ഷെ തെളിയിച്ചു കഴിഞ്ഞില്ല. ഞാൻ പറയാ അപ്പൊ ഇപ്പന്നടുത്ത് ഉമ്മനോട് പറഞ്ഞത്. അന്ന് ഞാൻ തട്ടിച്ചപ്പോ ഉമ്മനോട് പറഞ്ഞ അന്ന് ഞാൻ 4-5 പഠിച്ചാണ്. അന്ന് പട്ടമാറ്റി ഒരു പെട്ടി തന്നെ പല കളറില് പട്ടുണ്ടാവും. എന്ത് തുണി കുപ്പായ ഉണ്ടായിട്ട് പട്ടുണ്ടെങ്കിൽ അല്ലേ മാറ്റിടാൻ പറ്റുള്ളൂ. ഒരാള് പേര് പറയുന്നില്ല. അപ്പൊ അങ്ങനെ സാധനം വാങ്ങി ഓളെന്താട്ടിക്കണം. ഒരു ദിവസം ഞാൻ പറഞ്ഞില് ഓള് രാവിലെ പോകുമല്ലോ 7 മണിയാകുമ്പോൾ കോളേജിൽ പോകും. ഞാൻ 10 മണിക്കല്ലേ പോകുള്ളൂ. ഞാൻ വന്നപ്പോ ഈ സാധനം കാണാനില്ല. അപ്പൊ എന്താ തോട്ടത്തിൽ കൂടെ പോകുമ്പോ ബേഗിലിട്ട് പോകും. തെളിവില്ലല്ലോ കജ്ജുമൊന്നും ഇല്ലല്ലോ. ബേഗിൽ സാധനം ഉണ്ട്. അപ്പൊ അലയാക്കാനെ കാണുമ്പോ വാച്ചിടാനാണ് ഓൾക്ക്. അല്ല അപ്പൊ പോട്ടെ. എന്നിട്ട് എന്താട്ടിക്കണം ബസ്സിൽ കഴിഞ്ഞു വന്നിക്കണേ. അതില് ഞാൻ അന്ന് തെരിയാണ് കച്ചറ കൂടുണ്ടെന്ന് ഓരോച്ചിട്ട് കൊണ്ടേ കളഞ്ഞൊക്കെ ഓക്ക് അറിയേല്ല. ഇമ്മ അതിലും വലിയ കടേയോളോ ഇതെന്നെ എവിടെയും പോയി കഴിഞ്ഞതാവുന്ന എന്നിട്ട് ഓല് രണ്ടാളും ഇന്ന ചീത്തന്ന് കേക്കണങ്ങള്. എന്താ സംഭവിച്ചാല് ഗൾഫിൽ നിന്ന് ഇപ്പം ചോദിച്ചു. എല്ലാരും ചോദിച്ചു. ഗൾഫ് തോല് ചോദിച്ചു ഇങ്ങക്ക് എന്താ വാണ്ടിയേ ഇങ്ങക്ക് എന്താ വാണ്ടിയെ വിളിച്ചപ്പോ ചോദിച്ചു. ഞാൻ പാവണിച്ചൊന്നും പറയാൻ പറ്റൂല. ഇത് വേണോ അറിയണ്ടല്ലോ. ഞാൻ ഇട്ടിട്ട് ഒരു വട്ടം പെട്ടിട്ട് ഇപ്പൊ പോയിന്റ് ഇട്ടന്നെ പോയിന്റ് ഇട്ടാ ബസ്സിൽ കഴിഞ്ഞ അതിന് കൂട്ടുന്നമ്മ ഓല ചാദ്യം നിങ്ങളോട് പറയുന്നില്ലല്ലോ ഓല്. അതേമാതിരി ഓളെന്താ വെച്ചാൽ ഓള് നല്ലോണം അറിയാം. എന്തിനറിയോ ഓള് മാറ്റിയിട്ട് തന്നെ ഉണ്ടാവില്ല. ചിലപ്പോ കട്ടിൽമ കറക്കാനും ചിലപ്പോ കുളിച്ചിട്ടുണ്ടാവില്ല. ഞമ്മള് പറഞ്ഞ് ചത്തിട്ട് ചിലപ്പോ ചോറ് സിറ്റിനെ കഴിഞ്ഞു. ഇപ്പൊ ഒരു പോലെ എന്റെ മൈൻഡ് മാറ്റിയൊക്കെ കഴിഞ്ഞ സെറ്റാണ്. സത്യം പറഞ്ഞാല് ഓലിനെ ചീത്തറിയാം. അതുകൊണ്ടാണ് ചെല്ലുമ്പോ മേച്ചിട്ട് നിൽക്കും. നിങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? ഇച്ച് പിരാന്താണ്. എന്നിട്ട് ഓള് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. ആ വണ്ടി അങ്ങനെ നിൽക്കും കേറൂല. ഇപ്പൊ കൊറേ ഉസാറായിക്കണം. അപ്ഡേഷൻ ഉണ്ട്. വിളിച്ചാ പോർക്കൂല. വിളിച്ചാ പോർക്കൂല. നോണി പറയൂ വണ്ടി ഇറങ്ങിയിട്ട് ഒരു കുട്ടി ഒരു മാപ്പിള ഇച്ചേ 3 കുട്ടികളെയും നോക്കിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണം
എനിക്ക് രണ്ടെണ്ണം ആകുമ്പോ വട്ട കമ്പല്ലോ നോക്കാം. മറ്റേ അറിയില്ല, അതാണ് ഇപ്പൊ മാറ്റം. ഇല്ലമ്മ ചെറിയ കുട്ടികളാവുമ്പോ ഓല അപ്പിടിച്ചണം, മൂത്രം ഒഴിപ്പിച്ചണം, അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം. അങ്ങോട്ട് തിരിയുമ്പോ അങ്ങോട്ട് തിരിയുമ്പോ കുട്ടികളില്ല പെണ്ണുങ്ങൾ എന്ത് കാട്ടും 4 മണിക്ക് 5 മണിക്കൊക്കെ നീച്ചണ പെണ്ണുങ്ങൾ എന്ത് കമന്റ് ഇടാൻ മതി. ഇല്ല നോക്കട്ടെ, അതിനൊന്നും എല്ലാവർക്കും ഒന്നും കഴിഞ്ഞൊന്നും വരും. ഇപ്പൊ കൊഞ്ഞണം കുത്താണ്. എന്താ കഴിഞ്ഞോണം വരുന്നില്ല, ഓളങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് പറയും, ഇപ്പോൾ അടിച്ചോണ്ടില്ല, തുറക്കണില്ല, തിരുമ്പണില്ല. തുടക്കൽ ഇമ്മ തുടക്ക. ആ ഓരോരുത്തരും ഓരോ പേരിൽ ഓരോ ഇഷ്ടാണ്. ഇമ്മ തുടക്കുള്ളൂ. മിറ്റം അമ്മ അടിച്ചോരും. ചായ കാര്യം കുളി കുടിച്ചില്ലല്ലോ. നൊണ്ണ പറയട്ടെ കായ്സോള്. ഓള് തൊള്ളർന്ന നൊണ്ണ അറിയുള്ളൂ. ഞാൻ ചാടിട്ടില്ല. ഇല്ലമ്മ ഞാനൊക്കെ അടിച്ചോർത്ത് പണിയെടുക്കല്ലമ്മ. ഞാൻ തന്നെ ചോറും ചായയും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക. കൂട്ടാൻ പിന്നെ ഇറക്കുമ്പോ ഉണ്ടാക്കും. ഓളതും പറയതിന്റെ അപ്പുറമൊക്കെ പറയും. ഞാൻ നോണയൊക്കെ ഞാൻ പറയും. നോണ പറയുന്ന മനുഷ്യന്മാരുണ്ടാവും. പിന്നെ ജീവിതത്തിനെങ്കിൽ ഒട്ടും നോണയൊക്കെ പറയും. ഇത് എന്റെ കുട്ടി പാത്രം എറിയാ. അതിന്റെ അച്ഛനെ കേൾക്കണം. എടി 4 അതിന്റെ കുട്ടികളെ നിറയെ ചെന്നിട്ടാണ് ചായയും കാടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്. നമ്മളെ വേഷം കാര്യമൊക്കെ മാറ്റി നമ്മള് പോകാണ്. യാത്രയൊക്കെ നമ്മള് സെപ്പിയൊക്കെ ഉണ്ട്, ഉമ്മ ഉണ്ട് ഇവിടെ. ഇന്റെ ഒപ്പം വരാനല്ലേ നടക്കുന്ന ഇവിടെ നോക്കിക്കണേ. ആരേലും നിന്ന അവിടെ നിന്നോണ്ടി. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇമ്മന്റെ സഞ്ചി ഉണ്ടവിടെ. ആ ഓള് സഞ്ചി ഇച്ചറിയില്ല. ഓള് മറ്റേ വയസ്സത്യാക്കുമ്പാടുണ്ടാവൂല ഉമ്മാതിക്ക്. ആ ഡ്രസ്സാണേ ഓളേറ്റ് വന്ന ആയാണ് ഞാന്. ചായപ്പണി കൊയിലാറെ കിട്ടും. ഈ വണ്ടി എടുക്കണമെങ്കിൽ ഒരു അതാബ് സെപ്പിക്ക് കൊണ്ടുവന്ന് കാല് കുത്തി കണ്ട കയ്യിലെ. ആ വാവ്. മറ്റേ കജ്ജെന്ത് ടർക്കി. ഞങ്ങള് പോയിമ്മ പോയി നമ്മളെ പേരുടെ മുന്നിൽ ഇവിടെ കറുത്ത ഡാർപ്പായി ഓളെ തെന്നൂറ്റത്ത് വെച്ചേക്കണം. ഞാൻ അറിയണോ നമ്മളെ തലപ്പാര മുറിച്ചതല്ല. ആ തമിഴ്മാരെ ഇവിടെ മുറിച്ചു. എന്താ സിപ്ന എന്നാ പോയടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കണം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മോയ്